കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണാക്കി കയറും. അതിൻ്റെ ഉള്ളിലുണ്ടോ? ചെയ്യാൻ പറ്റാത്ത ആൾക്ക് കെട്ട് പിടിച്ച് കിടക്കണം. ഇത് മാവല്ലേ എന്ന പണിയാനുള്ളതാണ് ഈ കാട്. വള്ളി പിടിച്ച് നല്ല രസമായിട്ട് നിൽക്കണം. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടുണ്ട്. ഇതിൽ രണ്ടയിന് ഒരയിന്. ഇത് കാഞ്ഞറല്ലേ? ഇങ്ങനെ ആ അറ്റത്ത് വരെ ഉണ്ട്. ഒരറ്റത്തൊരു വള്ളി പിടിച്ചിട്ടൊരു മരം അതുണ്ട്. അതെന്താണെന്നൊരു ഐഡിയ ഇല്ല. വള്ളി മാത്രമേ കാണാനുള്ളൂ അതിൽ. ആ കാണുന്നത് വള്ളിയാണ്, തല കാണുന്നത്. ഇത് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ മരം മുതൽ ആ അറ്റത്ത് നമ്മൾ വീടിൻ്റെ അറ്റത്തെ മരം വരെ വള്ളിമേലൊക്കെ കണക്റ്റായിട്ട് കിടക്കണം. നമുക്ക് കിടക്കുന്ന വള്ളിയുടെ സൈസ് കണ്ട ഇതൊക്കെ. വള്ളീന് ആലോചിക്കാൻ പറ്റില്ല. ഇതൊന്നും വെച്ചിട്ട് ഒരെണ്ണം താഴെ വീഴില്ല. അതാണ് ഇപ്പോൾ പ്രശ്നം. എന്തെങ്കിലുമൊക്കെ കാട്ടിപ്പണിയല്ലേ? കാരണം വള്ളി വന്ന ആളങ്ങനെ തന്നെ മൂടും. എന്താ മരം നമുക്കൊരു വൈകില്ല. ഭയങ്കരമായിട്ട് പൊടിച്ചിരിക്കുന്ന സാധനം ശരിക്കും കുറവാണ്. ഇത് പൊട്ടിപ്പോണ മരമാണ്. ഭയങ്കരമായിട്ട് പൊട്ടും. ഒന്നുകൂടി പൊട്ടിക്കുന്നത് എന്തോ പാഴ്മരന്മാരാണ്. ആ അപ്പോൾ വലിയതില്ല അല്ലേ? പിടുത്തം വലിയ പിടുത്തമുള്ള ആളാണ്. എന്താണ് മരം എന്ന് അറിയുന്നതൊന്ന് പറയാം. ഇത് ഇല കാണാൻ കിട്ടാനില്ല. അറിയാം വള്ളീനെ മുമ്പിൽ ഏതിനും ഇതിൻ്റെ ഇലാന്ന് മനസ്സിലാവണില്ല. എടുക്കണല്ലോ അതിൻ്റെ വള്ളീനെ അല്ല അത് വള്ളീനെ. ആ വള്ളീന് ഇല നമുക്ക് കാണണമെങ്കിൽ കിട്ടണമെങ്കിൽ കാണിക്കാം. ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് വെച്ച് നിർത്താം. കുറച്ച് വെച്ചിട്ട് ആ മരോട്ടില്ലേ, മരോട്ടിനെ കയറിട്ട് നമുക്ക് പിടിക്കാം. മരോട്ടി ഓടി ഇതങ്ങനെ പോകും. ഇത് പൊളിഞ്ഞാലും വേണ്ടില്ല, പൊളിഞ്ഞില്ല അങ്ങനെ ചെയ്യണത്. അല്ലെങ്കിൽ ഈ വള്ളി വരുമ്പോണ്ടല്ലോ അവിടെ നിൽക്കാൻ പറ്റില്ല. അടിയിൽ നിൽക്കുന്ന ആൾക്ക് മാറാൻ ഒരു ഗ്യാപ്പും കിട്ടില്ല. ആ ആദ്യ വള്ളി മാറി മുള്ളു നോക്കിയാൽ പോലത്തെ കുറേ പൊട്ടി മാറ്റിയാണ്. നല്ല വൃത്തി അടിയിലല്ലേ ഉണങ്ങി കിടക്കുന്ന. ഉണങ്ങിയിട്ട് ഇവിടെ കാലത്ത് കാലം എന്തുട്ട മരം മുതലാളി പറയണ നല്ല മരം എന്നാണ്. മരത്തിന് എന്തുട്ട മരം എന്നറിയില്ല, നല്ല മരമാണെന്നാ. ഇതിപ്പോൾ മുറിക്കണമെങ്കിലേ മൊത്തം വെക്കണം. പൊളിനെ പോലെ അല്ലേ ഈ സാധാരണ ആനക്ക് വള്ളിയല്ലേ? ആന രണ്ടിക്കാൻ വേണ്ടിയിട്ട് വഴിയിൽ ചാണൊക്കെ പൊതിഞ്ഞിടും. വലിയ വിഷയമില്ല. ഇല്ല എന്താ കാട്ട വള്ളി വെട്ടി ഒതുക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് വെട്ടിയാൽ ആ വള്ളി പോരില്ല. അപ്പുറത്തെ മരണ്ട കാലത്തുക ചേരാ. അപ്പം നോക്കിയാലോ ചേരാണ്.
കൊമ്പ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണാക്കി കയറും. ഓളല്ലേ ഉള്ളിലോട്ടാണല്ലോ കേടി. ഇവിടൊക്കെ നിപ്പേ അതിൻ്റെ ഉള്ളിലുണ്ടോ? താഴെ വീഴാണ്ട് എന്ത് ചെയ്യും? പറ്റാവണതേ താഴെ വിടാണ്ട് ഓടുന്നറിയണം. ഇതുമലൊക്കെ ഇതിന്റെ ചോട്ടി വന്ന് നിൽക്കല്ലേ നിങ്ങൾ പറയണടാ. ഇതിന്റെ കൊമ്പുമ്മല് ഓടുമ്പോ ഇതിന്റെ കൊമ്പുമ്മ എന്നോടല്ല. മരോട്ടിക്ക് കയറിട്ടാലേ മരോട്ടിയും കൂടെ വെക്കാം. അതിന് കയറിട്ടാ നൗഫലേ. അല്ല രണ്ടും കൂടെ വീണ് നടന്നു കഴിഞ്ഞാൽ സമാധാനമാവും. അങ്ങോട്ട് വാടി പോകാണ്ടിരുന്നാൽ മതി. എന്തായാലും ഇവിടെ കിടന്ന് കളിക്കണം. മോളി കയറ്റിണ്ടേ? കവിളിട്ടാ മതി. കവിൾ മോളിൽ കടന്നു എടാ ഹോളിൻ്റെ ഉള്ളിലേ നിറയെ മണ്ണാണ്. മുകളിൽ മുറിക്കില്ല. വേണമെങ്കിൽ കറ്റടി നമുക്ക് വിറകായിട്ട് എടുക്കാം. വിറകേ പറ്റുള്ളൂ. പറ്റുള്ളത് ഇവിടെ പൊട്ടിക്കണം. നല്ല തീയുള്ളത്.
അതൊക്കെ വന്നല്ലേ ഇത് നമ്മളതല്ല. സ്ഥലമാണ്. നല്ല വൃത്തിയുണ്ടായിരുന്നു. മുള്ള് കണ്ടില്ലേ വള്ളി. ഇതെന്ത് വള്ളിനെ കാലത്തേക്കാ ഇതിൽക്കാർക്കാ വള്ളി? മുള്ളിനെ സാധാരണ പറയുന്നതാണ്. മലയിലൊക്കെ ഉണ്ടാവുള്ളൂ കൂടുതൽ. നമ്മുടെ നാട്ടിലധികം ഉണ്ടാവലില്ല, എന്നാലും കാണലുണ്ട്. കംപ്ലീറ്റ് ആ സാധനമാണ് പിടിച്ചേക്കണ വള്ളി. ഇതിൻ്റെ ഈ മരത്തിൻ്റെ ഇല കാണാൻ പറ്റുമോ നോക്കണമായിരുന്നു. ആലയാല് കിട്ടണോടത്തുനിന്ന് ആലയാലും ഒക്കെ അടിച്ച് പിറകിലാക്കാം. നമ്മൾ പുതിയ ഷൂ ഇറക്കി നോക്കിയതാണ്. ഇത് വെയ്റ്റ്ലെസ് ആണ് സാധനം. ഷൂവിൻ്റെ ഷേപ്പൊക്കെ നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ സൈഡ് വള്ളിയുടെ തന്നെ ഒരു 4 ഹുക്ക് ഇത് വരുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ. ഇത് മറ്റേ ടോട്ടലിൻ്റെ ആണ് കേട്ടോ. ടോട്ടലിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നമ്മളെ കയ്യിലുണ്ട്, സ്റ്റോക്കിലുണ്ട്, ഷോപ്പിലുണ്ട്. വേണ്ടൊരു കോണ്ടാക്ട് ചെയ്ത് കേട്ടോ.
അപ്പൊ അത് കഴിഞ്ഞതിന്റെ ഉള്ളിൽ നിന്ന് അത് 2 ഊരി എടുത്ത് വള്ളി കിടക്കണേ കണ്ടില്ലേ, ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലക്ക് കെട്ട് പിടിച്ച് കിടക്കണ ഈ സാധനം. നോക്കണം, പക്ഷെ ഈ മരവും കൂടെ തട്ടിയിട്ടാണെങ്കിൽ ഒക്കെ കൂടെ അങ്ങോട്ട് ഒതുങ്ങി താഴത്ത് കിടന്നേനെ. അത് ചേരാണ്, വെറുതെ നമ്മ അതുമ്പോ കിടന്ന് ചേരുമ്പോ നമ്മ പണിയാറില്ല. അത് കാരണം തന്നെ അത് അവിടെ നിക്കണ്. ആ ചേര് അത് അപ്പുറത്താണോ? അല്ല അല്ലേ, ഇപ്പുറത്തെ മരം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇനിയിപ്പോ നമുക്ക് അടുത്തതിന്റെ പണികൾ നോക്കാം. ഇതിപ്പോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോ അവർ പറയുന്നതിനനുസരിച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി ഒതുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വള്ളിക്കെട്ടിന് ഒരേ ഗ്യാപ്പിനനുസരിച്ച് അങ്ങനെ വൃത്തിയാക്കാം. ഇതിന്റെ ഉള്ളിൽ നിന്ന് മരങ്ങളായിട്ടുള്ള കംപ്ലീറ്റ് മാറ്റി. ഇനിയിപ്പോ കട്ട് ചെയ്താൽ തന്നെ ഇവിടെ തന്നെ ഈ വള്ളിനെ ഇവിടെ തന്നെ കൂട്ടണം. അപ്പൊ ഓക്കെ, അപ്പൊ ഇതെന്താണെന്ന് മരം ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിക്കും മരത്തിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ മയിലുള്ള മാതിരി തോന്നുന്നുണ്ട് മരത്തിൻ്റെ, പക്ഷെ മയിലുള്ളല്ല. അതിൻ്റെ ഒരു ഇല പോലും കിട്ടിയില്ലല്ല, ഒറ്റ ഇല പോലും ഇതിൻ്റെ കിട്ടിയില്ല. മനസ്സിലാവാൻ കൂടെ ഇല്ല അതിൻ്റെ ഉള്ളിൽ. ആകെ 3 ടൈപ്പ് എൻ്റെ ഉള്ളിൽ ഇല കിടക്കുന്നുണ്ട്, പക്ഷെ എന്താണ് ഏതാണെന്ന് ഒരു പിടി കിട്ടുന്നില്ല. തടി കണ്ടാൽ കറക്റ്റ് മയിലുള്ള എന്നുള്ള മരം അതുമാതിരി ഉണ്ട്, അതിൻ്റെ കാതലും ഇതൊക്കെ. ഒരു ഐഡിയ ഇല്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതാണ് കേട്ടോ. നല്ല കേടായിരുന്നില്ലേടാ, നല്ലേ കേട് കട. അറിയാൻ